എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ചായിട്ടൊരു ന്യൂസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 38 വയസ്സുള്ള ഒരു വൈദികൻ, തലശ്ശേരി അതിരൂപതയിൽപ്പെട്ട ഒരു വൈദികൻ ആത്മഹത്യ ചെയ്തു. എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. അതിൻ്റെ റീസൺ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് 32ലധികം സ്ത്രീകളുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. അതിനകത്ത് ചിലർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും അതായത് അവിഹിത ബന്ധമുണ്ടായിരുന്ന ചില സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതോടെ ജീവിക്കുവാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം കുടുങ്ങുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് ഉള്ളൊരു ന്യൂസാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള FIRഉം അതിനുള്ള റിപ്പോർട്ടുകളുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോണിനകത്തു തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം സ്ത്രീകളുമായിട്ടുള്ള അവിഹിത ബന്ധം തുടരുകയും ഒക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ടുകൾ പോലീസിന് ലഭിക്കുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വൈദികരെ കുറിച്ച് പറയുവാണെങ്കിൽ, വൈദികരും ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്, അവർ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്. അതായത് ഈ ലോകമോഹങ്ങളെയൊക്കെ വിട്ട് ലോകമോഹങ്ങളിൽ നിന്ന് കുടുങ്ങിപ്പോകാതെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്നാണ് നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും. അവരതിനുള്ളൊരു തയ്യാറെടുപ്പും വ്രതവും ഒക്കെ എടുത്താണ് ഇതിനകത്തോട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇവരും ഒരു മനുഷ്യരാണ്, ഇവരും പച്ചയായ മനുഷ്യരാണ്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഇവർക്കും ഒളിച്ചു പോകാൻ പറ്റത്തില്ല. ഇവരും ചിലപ്പോഴൊക്കെ വഴിതെറ്റി പോകാറുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ പല 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 സംഭവങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ആണുങ്ങളും പെടും, പെണ്ണുങ്ങളും പെടും, എല്ലാവരും പെടും. അതായത് ആത്മീയ നേതൃത്വം വഹിക്കുന്ന ആണുങ്ങളും ആത്മീയ നേതൃത്വം വഹിക്കുന്ന പെണ്ണുങ്ങളും ഒക്കെ ഇതിനകത്ത് പെടും എന്നുള്ളതാണ് മറ്റൊരു വാസ്തവമായ കാര്യം. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം നമ്മൾക്ക് എടുത്തു പറയേണ്ടത്, ഇവരെ നമ്മൾക്ക് തെറ്റുകാരെന്ന് പറയാൻ പറ്റത്തില്ല. പണ്ട് നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ തപസ് ചെയ്തിരുന്ന മുനിയുടെ മുൻപിൽ വന്ന് നൃത്തം ചെയ്ത് തപസ്സെടുക്കുവാൻ ശ്രമിച്ച സ്ത്രീകളെ പോലെ കുറേ സ്ത്രീകൾ എങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഈ 32 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും ഈ 32 പേരും ആൻറ്റിമാരാണ്, അല്ലെങ്കിൽ അമ്മായിമാരാണ്. എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതമൊക്കെ നയിച്ച് കുടുംബത്തിൽ മക്കളുമൊക്കെ ഉള്ളവരാണ് ഈ ആൻറ്റിമാർ. ഇവരാണ് ഈ വൈദികനുമായിട്ട് അവിഹിത ബന്ധം സൂക്ഷിച്ചിരുന്ന 32 പേരും എന്നുള്ളതാണ് ഇതിനകത്തെ മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വൈദികരെയും അല്ലെങ്കിൽ ഈ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരുടെയൊക്കെ പുറകെ പെണ്ണുങ്ങളിങ്ങനെ പോകുവാനുള്ള കാരണം? അവരവരുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളും അതും ഇതുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. അവസാനം വൈദികനെ കറക്കി, അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവരെ കറക്കി വശത്താക്കുന്നതാണ് ഈ പെണ്ണുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അല്ല എങ്കിൽ അവരൊക്കെ നല്ല വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണല്ലോ, അവർക്ക് ഇതിനകത്തോടൊന്നും യാതൊരു താല്പര്യവുമില്ല, അവർ ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ മുൻപോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഇവരുടെ പുറകെ ചെന്ന് ഇവരെ വീഴിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം ഈ ആൻറ്റിമാർക്ക് വേറെ പണിയൊന്നുമില്ല. ഇവരെന്തിനാണ് ഈ ചെറുപ്പക്കാരനായ അച്ഛന്മാരുടെ, അല്ലെങ്കിൽ സുന്ദരന്മാരായ അച്ഛന്മാരുടെയൊക്കെ പുറകെ പോയിട്ട്, അല്ലെങ്കിൽ സുന്ദരന്മാരായ പാസ്റ്റർമാരുടെയൊക്കെ പുറകെ പോയിട്ട് അവരെയൊക്കെ വീഴിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത്. കാരണം അവർ തെറ്റുകാരേ അല്ല, അച്ഛന്മാരും പാസ്റ്റർമാരും ഒന്നും തെറ്റുകാരെയല്ല, അവർ നല്ല വ്യക്തികളാണ്, അവർ വിശുദ്ധ ജീവിതം നയിക്കാൻ മുൻപോട്ട് പോയവരാണ്. സ്ത്രീകൾ മാത്രമാണ് ഇതിനകത്ത് തെറ്റുകാർ. സ്ത്രീകൾ അവരെ വീഴിക്കാൻ ചെന്നതുകൊണ്ടല്ലേ അവർ വീണു പോയത്, അല്ലെങ്കിൽ അവർ വീഴത്തില്ലായിരുന്നു. സ്ത്രീകൾ എന്തുകൊണ്ടാണ് അവരുടെ പുറകെ പോയത്? സ്ത്രീകൾ അവരുടെ കഥകൾ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുമ്പസാരക്കൂട്ടിൽ പോയി പറഞ്ഞ് അവസാനം വൈദികനുമായിട്ട്, അല്ലെങ്കിൽ പാസ്റ്റർമാരും ഒക്കെ ആയിട്ടൊരു അടുപ്പം സ്ഥാപിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതൃത്വം വഹിക്കുന്നവരുമായിട്ടൊരു അടുപ്പം സ്ഥാപിച്ച് അവരെയും കൂടി ഇവർ തെറ്റിലോട്ട് വലിച്ചിഴയ്ക്കുകയോ ചെയ്യുന്നത്. ഇതിനകത്ത് കുറ്റക്കാർ സ്ത്രീകൾ മാത്രമാണ്. അച്ഛന്മാരെയോ പാസ്റ്റർമാരെയോ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. സ്ത്രീകളാണ് ഇതിനകത്ത് തെറ്റുകാർ. സ്ത്രീകൾ അതൊക്കെ നിയന്ത്രിക്കേണ്ടതല്ലായിരുന്നോ? സ്ത്രീ തെറ്റ് ചെയ്താൽ പുരുഷനും സ്ത്രീയും കൂടെ ഒന്നിച്ച് തെറ്റ് ചെയ്താലും എപ്പോഴും കുറ്റം സ്ത്രീക്കാണ്. അതുകൊണ്ട് സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി ഇരിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ അങ്ങോട്ട് പോയത്? അതുകൊണ്ടല്ലേ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ വരികയും അച്ഛന്മാർ പോലും ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. കഷ്ടം തന്നെ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾക്ക് വേറൊരു കാര്യം എടുത്താൽ അറിയാം. ഞാൻ തമാശയായിട്ടാണ് ആ കാര്യം പറഞ്ഞു വെച്ചതെങ്കിലും ഒരു യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. ഈ പെണ്ണുങ്ങളാണ് എപ്പോഴും ഈ ആത്മീയരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ ചെല്ലുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ഇവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇവർക്ക് എന്തുകൊണ്ട് ഒരു പെണ്ണുങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്തെ കാരണം നമ്മൾക്കറിയാം. ഇവിടെ രഹസ്യമായി പറയുന്നത് നാളെ 10 പേരുടെ മുൻപിൽ ഇവർ പോയി പരസ്യമായിട്ട് പറയും. അതുകൊണ്ട് തന്നെയാണ് പെണ്ണുങ്ങളെ രഹസ്യം പറയാൻ വേണ്ടിയിട്ട് ആരും തിരഞ്ഞെടുക്കാത്തത്. അതുകൊണ്ടാണ് എപ്പോഴും അച്ഛന്മാരെ, പാസ്റ്റർമാരെ, അല്ലെങ്കിൽ സന്യസ്തരെ, അങ്ങനെയുള്ളവരെയൊക്കെ ഈ ആത്മീയ നേതൃത്വം വഹിക്കുന്ന ആണുങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ വിഷമങ്ങൾ പറയാൻ സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. ഓക്കെ, ഈവൻ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോലും ഒരു മനസ്സ് തുറക്കാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം. കാരണം സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിക്കാൻ അറിഞ്ഞുകൂടാ. എന്നാൽ അതിന് മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രാമീണ മേഖലകളിലുള്ള
കുട്ടി ചായക്കടകളിലോട്ടൊക്കെ ചെന്നാൽ അറിയാം, ആ നാട്ടിലുള്ള നടക്കുന്നതും നടക്കാത്തതും വരാൻ പോകുന്നതുമായ സകല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ അപ്പച്ചന്മാരും അങ്കിളുമാരും ഒക്കെ ആയിരിക്കും. അവരാണ് ഇതിനകത്തെ മെയിൻ ആൾക്കാർ. അതൊക്കെ നമ്മൾ പർപ്പസിലി മറന്നു പോകും. കാരണം എല്ലാം പെണ്ണുങ്ങളുടെ തലയിലോട്ടാണല്ലോ, പെണ്ണുങ്ങളാണല്ലോ എല്ലാത്തിനും തെറ്റുകാർ. ഓക്കെ, അതിനകത്തും ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പാട്ട് പാടാൻ എടുക്കുന്നത്, അതായത് ഈ ആത്മീയ സ്ഥലങ്ങളിൽ ഗാനശുശ്രൂഷ ചെയ്യുന്നവരിലൂടെയാണ് പിശാച് ഏറ്റവും ആദ്യം കളിക്കുന്നത്. കാരണം അവരെയാണ് ആദ്യം വീഴ്ത്തുന്നത്. ഒട്ടുമിക്കതും അവരുടെ പാട്ടുകൾ, നമുക്കറിയാം പാട്ടുകൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്, എല്ലാവർക്കും പാട്ടുകൾ ഇഷ്ടമാണ്. അപ്പം ഇവരുടെ നല്ല മധുരമായ ഗാനം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മളൊക്കെ അങ്ങോട്ടൊന്ന് നോക്കിപ്പോകും, അല്ല ഇത് ആരാ പാടുന്നതെന്ന് നോക്കിപ്പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു സുന്ദരിയായ യുവതിയും കൂടി ആണെങ്കിൽ അച്ഛന്മാരെ തെറ്റി പറയാൻ പറ്റുമോ, പാസ്റ്റർമാരെ തെറ്റി പറയാൻ പറ്റുമോ? അവർ ചിലപ്പോഴൊന്ന് വീണു പോകും. അങ്ങനെ വീണുപോയി എത്ര ചരിത്രങ്ങളുണ്ട് അല്ലേ? ഒത്തിരി ഈ പാസ്റ്റർമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ അല്ലെങ്കിൽ ആത്മീയ നേതൃത്വം വഹിക്കുന്നവർ ഗായക സംഘത്തിലുള്ള പെണ്ണുമായിട്ട് അവിഹിതത്തിൽ പോയ സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ അതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. പെണ്ണുങ്ങൾ അങ്ങനെ പോയി നിൽക്കരുത്, അങ്ങനെ പോയി വീണ് കൊടുക്കരുത്. കാരണം അവർ അച്ഛന്മാരും അതുപോലെ പാസ്റ്റർമാരും ഒക്കെ നല്ല ആൾക്കാരാണ്. അവർക്ക് അങ്ങനത്തെ വികാരങ്ങളോ വിചാരങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ അതിൻ്റെ പുറകെ ചെന്ന് വിഷയങ്ങളിൽ ഉണ്ടാക്കരുത്, അവരെയും കൂടെ തെറ്റുകാരാക്കരുത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾക്കറിയാം, അതിൻ്റെ വേറൊരു വശം തന്നെയാണ് ഈ പാസ്റ്റർമാരെയൊക്കെ എടുത്താൽ. ഇപ്പോഴത്തെ കാലത്ത് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കൊച്ചു പാസ്റ്റർമാർ മുഴുവൻ ലൈനടിച്ച് കല്യാണം കഴിച്ചത്, എല്ലാത്തിൻ്റെ പ്രേമവിവാഹം. എന്താണ് അതിനകത്തെ കാരണം? ഇവർ ഓരോ സ്ഥലത്ത് 10ാം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞിട്ട് ഇവർ ബൈബിളും എടുത്ത് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ബൈബിൾ കോളേജിലും പഠിച്ചിട്ട് ഇറങ്ങിയതാണ് ഒട്ടുമിക്കതും. ചിലർ നല്ലവരുണ്ട് കേട്ടോ, ഇവർ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവരെവിടെയെങ്കിലും ചെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിപൊളി പ്രസംഗമൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും ഈ എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഫ്ലാറ്റ്, ഇവരപ്പം തന്നെ അങ്ങോട്ട് പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്ത് ചെന്ന് നമ്പർ മേടിക്കുന്നു. പിന്നെ അവരുമായിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ അങ്ങ് ഷെയർ ചെയ്ത് ആത്മബന്ധം സ്ഥാപിക്കുന്നു. അവസാനം ഒരു പ്രപ്പോസലുമായിട്ട് ഇവർ ചെന്ന് കഴിയുമ്പോൾ 10ാം ക്ലാസ് പഠിച്ച പാസ്റ്റർ ഒരിക്കലും ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ നോ എന്ന് പറയുമോ? പറയത്തില്ല. അവരെ കിട്ടും. കാരണം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ 10ാം ക്ലാസ് പഠിച്ചു വരുത്തവന് കിട്ടുമോ? ഇതുപോലെ ഒരു ഡോക്ടറെ എഞ്ചിനീയറെ കിട്ടുമോ? ഇല്ല. അത് ഇവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇവർ അതിനകത്ത് വീണിടം, എന്താ പറയുക, വിഷ്ണു ലോകം എന്ന് പറയുന്നത് പോലെ ഇവരെ കല്യാണം കഴിക്കും. അങ്ങനെയാണ് ഇതിനകത്തെ കാര്യം. അവിടെയും തെറ്റുകാരാരാ? പാസ്റ്റർമാരല്ല. തെറ്റുകാരാരാ? ഈ പെണ്ണുങ്ങളാണ് പുറകെ ചെല്ലുന്നത്. ഇപ്പോൾ പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കേണ്ടത്. ഇല്ലാത്തവർ പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങൾ പുറകെ ചെല്ലുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി പൊതുസമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതെങ്കിലും മതത്തിലാകട്ടെ, അത് ഹിന്ദു ആകാം, ക്രിസ്ത്യൻ ആകാം, മുസ്ലിം ആകാം, ഏത് മതത്തിലും തെറ്റ് ചെയ്തവൻ എപ്പോഴും തെറ്റുകാർ തന്നെയാണ്. അല്ലാതെ കുറച്ച് പേരെ മാത്രം അവരെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾക്കറിയാം, ഇന്നത്തെ ആരാധനാലയങ്ങളിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പണ്ടത്തെ അമ്മച്ചിമാർ ഇടുന്ന ഡ്രസ്സ് കണ്ടിട്ടില്ലേ, ഈ ചട്ടയും മുമ്പൊക്കെ ഇട്ട് പുറകിലൊരു കുണുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുന്ന കുണുക്കിട്ട കുറേ അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ? ഇവർ രാവിലെ 8 മണിക്ക് കുർബാനയെങ്കിൽ രാവിലെ 6:30 പള്ളിയിലെത്തും. എന്തിനാ? അടുത്ത വീട്ടിലെ ശോശാമ്മയുടെ അല്ലെങ്കിൽ രാജൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കുട്ടിപ്രേമം പറയാൻ വേണ്ടിയിട്ട്. അതായിരിക്കും അവരുടെ ടോപ്പിക്ക്. ഇടി അറിഞ്ഞോ, ആ രാജൻ്റെ പെണ്ണ് അല്ലെങ്കിൽ ആ അന്നമ്മയുടെ പെണ്ണ് 10ാം ക്ലാസ് പഠിക്കുന്നതാണ്, ഒരു ചെറുക്കനുമായിട്ട് ചുറ്റിക്കളിയുണ്ടെന്ന്. ഇത് പറയാനായി രാവിലെ 6:30 പള്ളിയിലോട്ട് ഇട്ടുകൊണ്ട് ഓടിപ്പോകുന്നത്. 8 മണിക്കത്തെ കുർബാനയ്ക്ക് 6:30 പോകുന്നത്. നമ്മൾ വിചാരിക്കും ഭക്തി മൂത്ത് പോകുന്നതാണ്. അല്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അന്നമ്മ, എടീ നമ്മുടെ ഗായക സംഘത്തിലെ ആ വലിയ വീട്ടിലെ പെണ്ണില്ലേ, അവൾ നമ്മുടെ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ പാസ്റ്ററുമായിട്ട് എന്തോ ഒരു ഡിംഗോൾഫിക്കേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഉടനെ ഈ രാജൻ്റെയും അന്നമ്മയുടെയും കഥ പറഞ്ഞ അമ്മാമ്മ പറയും, ഷോ മിണ്ടല് കേട്ടോ, ആരോടും പറയരുത്. അതെന്താ? അത് വലിയ വീട്ടിൽ നടന്ന സംഭവങ്ങളാണ്, അത് വലിയ ആൾക്കാരുടേതാ, അതിനൊരു പരിശുദ്ധ പ്രേമമാണത്, അല്ലെങ്കിൽ പരിശുദ്ധ അവിഹിതമാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്? അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. എന്നാൽ ഈ രാജനും അന്നമ്മയൊക്കെ ആരാ? കൂലിപ്പണിക്കാരാ. അവരുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ കുട്ടിപ്രേമം എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടന്നിട്ട് ആജീവനാന്തം ആ കൊച്ചിനെ നമ്മൾ എന്താക്കണം? ഒരു വേശ്യ എന്ന് വിളിപ്പിക്കണം സമൂഹത്തിനെ കൊണ്ട്. അതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ വലിയവരുടെ പ്രണയം പാടരുത്, അല്ലെങ്കിൽ വലിയവരുടെ അവിഹിതം പാടരുത്. അത് വിശുദ്ധ പ്രണയം അല്ലെങ്കിൽ വിശുദ്ധ അവിഹിതത്തിന് വകുപ്പിൽപ്പെടും. മറ്റതൊക്കെ പാവപ്പെട്ടവൻ്റെ എന്താണ്? വിശുദ്ധമല്ല. അതാണ് ഈ ചീച്ചി. ഓക്കെ, അതാണ് ഈ അമ്മച്ചിമാരുടെ ഒരു രീതി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാനുള്ള ടോപ്പിക് അതല്ല. ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. അതിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വക ഭക്തി മൂത്ത് വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ തെറ്റുകാരായിട്ട് തന്നെ ചിത്രീകരിക്കണം. അവരെ കള്ള എന്ന് വിളിക്കണം, അല്ലെങ്കിൽ അവരെ വ്യഭിചാരി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഇല്ല എങ്കിൽ ചുമ്മാ അവർ വിടും ഈ അമ്മാമ്മയും ഈ അമ്മാമ്മയും പറയുന്ന കഥ കേട്ടിട്ട് ചുമ്മാ പാടിക്കൊണ്ട് നടക്കരുത്. തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഉറപ്പുള്ള തെളിവുകൾ പുറത്ത് ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയാനുള്ളൊരു ആർജവം ഏത് ഭക്തനും ഉണ്ടാകണം, ഏത് വിശ്വാസിക്കും ഉണ്ടാകണം. അല്ലാതെ കണ്ണുമടച്ച് തെറ്റുകാരനെ, അതായത് ഇപ്പം നമുക്കറിയാം ഒരു ബിഷപ്പിൻ്റെ പീഡന കേസ് വന്നപ്പോൾ ഈ കന്യാസ്ത്രീ പറഞ്ഞു 12 പ്രാവശ്യം പീഡിപ്പിച്ച് 12ാമത്തെ പ്രാവശ്യമാണ് പീഡനമാണെന്ന് മനസ്സിലായതും 12ാമത്തെ പ്രാവശ്യമാണ് ഇത് പീഡനമാണെന്ന് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായതും കംപ്ലൈൻറ്റ് കൊടുക്കാൻ തോന്നിയതും. രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. രണ്ടുപേരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. കാരണം അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടതാണ്. കോടതി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പീഡനം നടന്നിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ലൈംഗിക ബന്ധം നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് നടന്നു, പക്ഷെ പീഡനം നടന്നിട്ടില്ല എന്നാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോഴും നമ്മൾ കുറേ പേര് വിശ്വാസികൾ എന്ത് ചെയ്തു? നമ്മൾ ചാടുവാണ്. ഞങ്ങളുടെ പിതാവ് നല്ലവനാ, ഞങ്ങളുടെ പിതാവ് അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് പിതാവിനെ പൊക്കി പിടിച്ചുകൊണ്ടങ്ങ് നടക്കുകയാണ്. കന്യാസ്ത്രീനെ പൊക്കി പിടിക്കാൻ വേറൊരാൾക്കാരും. രണ്ടുപേരെയും പൊക്കി പിടിക്കേണ്ട കാര്യമില്ല, രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ്. അതിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു തൻ്റെ ഇടം ഓരോ ക്രിസ്ത്യാനിക്കും അല്ലെങ്കിൽ ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ വിചാരിക്കും ഞങ്ങൾ എന്ത് ചട്ടത്തരം കാണിച്ചാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗം ഭക്തിമൂത്ത വിവരമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇവരെ എന്ത് തെറ്റും ഞങ്ങൾക്ക് ചെയ്യാമെന്നുള്ളൊരു ബോധം ഇവർക്ക് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കള്ളനെ കള്ള എന്ന് വിളിക്കാൻ നമ്മൾ തയ്യാറാകുക തന്നെ വേണം. അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്ത് പോവുകയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്നവരെ നമ്മളിങ്ങനെ തെറി വിളിക്കുകയല്ല ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. കാരണം നമ്മൾ സേവിക്കേണ്ടത് ആരെയാണ്? നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കേണ്ടത്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവരൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മുഖം, അതായത് ദൈവത്തിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, പ്രതിസ്ഥാനത്തല്ല, ഒരു നേതൃത്വം വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരും മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണുക. അവർക്ക് തെറ്റ് പറ്റാം, തെറ്റിനെ തെറ്റെന്ന് പറയുവാനുള്ളൊരു തൻ്റെ ഇടവും നമ്മൾക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ പേടിച്ച് ഇവർക്ക് സ്തുതിപാടലായിട്ട് മുന്നോട്ട് പോകുകയല്ല ചെയ്യേണ്ടത്. കുറച്ച് വിശ്വാസികൾ അങ്ങനെയുണ്ട്. എന്ന് വെച്ചാൽ വിവരമില്ലാത്ത ഭക്തിമൂത്ത് പ്രാന്തായ കുറച്ച് വിശ്വാസികൾ. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അത് ക്രിസ്ത്യൻ സമൂഹത്തിലാണ് കൂടുതൽ. അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവർക്കൊന്നും തെറ്റുപറ്റത്തില്ല. ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് തെറ്റുപറ്റത്തില്ല. അവർ ചെയ്യുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതുകൊണ്ട് അവർക്കെതിരെ എന്ത് ആരോപണങ്ങൾ തെളിവ് സഹിതം വന്നാലും ഇവരെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും. അതായത് ഇവരുടെ തെറ്റിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവരെ തെറി വിളിക്കാനും നടക്കും. അങ്ങനെയൊന്നും ചെയ്യുന്നതിനോട് യാതൊരു യോജിപ്പും എനിക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം അത് അവരെ ഒന്നും കൂടെ തെറ്റുകാരാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം വിശ്വാസികളായിട്ടുള്ളവരും ഇവരുടെ തെറ്റിനെ തെറ്റാണെന്ന് പറയുവാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ തെറ്റിലോട്ട് വീഴാതെ ഇവർ നിൽക്കും. അല്ല എങ്കിൽ പോട്ടെ, ഇവർ ആത്മീയ നേതൃത്വ സ്ഥാനം ഒഴിഞ്ഞ് ഇവർ സാധാരണ മനുഷ്യന്മാരെ പോലെ ജീവിക്കണം. അതാണ് വേണ്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, ഈ ന്യൂസുകളുടെ എല്ലാ ഉത്ഭവം കിട്ടുന്നത് നമ്മുടെ i2i ന്യൂസ് സുനിലിൽ നിന്നാണ്. അപ്പോൾ സുനിലിനോട് എനിക്ക് പറയാനുള്ളത്, സുനിൽ ഒരു വിഭാഗത്തെ മാത്രം, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തെ മാത്രം ഉന്നം വയ്ക്കരുത്. പറയുവാണെങ്കിൽ എല്ലാ മതത്തെയും കുറിച്ച് പറയണം. എല്ലാ മതത്തിലും തെറ്റ് ചെയ്യുന്നവരുണ്ട്. സുനിൽ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സത്യമായ കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യട്ടെ, അതിന് എനിക്ക് വിരോധമൊന്നുമില്ല. സത്യം പറയുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. ഓക്കെ, പക്ഷേ എല്ലാവരോടും ഒരുപോലെ ആയിരിക്കണം. ക്രിസ്ത്യാനികളെ മാത്രം ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു പരിപാടി പാടില്ല. എല്ലാ മതത്തിലുള്ളവരെയും, ഹിന്ദു മതത്തിലെയും മുസ്ലിം മതത്തിലെയും ഒക്കെ പുറത്തോട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഒരു സുനിൽ ചെയ്യുന്നത് ഒരു യഥാർത്ഥ പത്രപ്രവർത്തനമാണെന്ന് നമ്മൾക്ക് പറയുവാനായിട്ട് പറ്റും. അല്ല എങ്കിൽ ചുമ്മാ അതങ്ങനെയാണല്ലോ. നമ്മൾക്ക് ഇന്നത്തെ സമൂഹത്തിലോട്ട് ഇറങ്ങിയാൽ ഈ ക്രിസ്ത്യാനികളിൽ തന്നെ ക്രിസ്ത്യാനികൾക്കെതിരെ പറയുന്നവരുണ്ട്. അവർക്ക് ക്രിസ്ത്യാനികളെ പറയാൻ മാത്രമേ നാവും തൻ്റെ ഇടമുള്ളൂ. ബാക്കിയുള്ളവരെ പറയാൻ നാവും തൻ്റെ ഇടമൊന്നുമില്ല. കാരണം പേടിയാണ്. ബാക്കിയുള്ളവരെ പറഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടുമെന്നറിയാം. ക്രിസ്ത്യാനികൾക്ക് കൊടുത്താൽ നമ്മൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് അങ്ങനെയാണല്ലോ പറയാത്. അപ്പനെ വെട്ടുന്ന കണ്ടാലും മകൻ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുന്ന ടൈപ്പുകളാണെന്നാണ് പൊതുവെ പുറത്തുള്ള ആൾക്കാർ പറയാത്. ആ ടൈപ്പ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ക്രിസ്ത്യാനികളുടെ മണ്ടയ്ക്കോട്ടെ എല്ലാവരും വരത്തുള്ളൂ. ഇതിനകത്തുള്ളവരും അവർക്കിട്ടേ പറയത്തുള്ളൂ. പുറത്തുള്ളവരെ പറയാൻ ക്രിസ്ത്യാനികൾക്ക് പേടിയാണ് എന്നുള്ളൊരു വാസ്തവമായ സത്യമാണ്. പക്ഷേ അങ്ങനെയല്ല, പറയുമ്പോൾ എല്ലാ മതക്കാരെയും പറയണം. കാരണം എല്ലാ മതത്തിലും, ഈവൻ ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലും എല്ലാത്തിലും നല്ലവരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. എല്ലാ ഉടായ്പും കാണിക്കുന്നവരുണ്ട്, നന്നായി ജീവിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവരെയും ഒരുപോലെ കൊണ്ടുവരണം. ഒരു വിഭാഗത്തെ മാത്രം കരിവാരി തേക്കുന്നതാകരുത് പത്രപ്രവർത്തനം. എനിവേ, നമ്മൾക്ക് ഏത് തെറ്റുകൾ കണ്ടാലും അതിനെ ന്യായീകരിക്കുന്നവരല്ല, അത് തെറ്റാണെങ്കിൽ മുഖത്ത് നോക്കി പറയുവാനുള്ള ഒരു ആർജവം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുകയും വേണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.